കുളിച്ചിട്ടും ചൊറി മാറണില്ലെങ്കിലോ? അപ്പോഴാണ് ഗൈസ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്. ഇത് കുളിക്കാത്തതിൻ്റെ ചൊറിയല്ല, ചൊറിയാത്ത സ്ഥലത്ത് പോലും തക്കാളിപ്പഴം പോലെ പൊന്തിരിക്കുക. ഇതേണ്ട കഴുത്തിൽ, പിന്നെ കയ്യിൽ, ഷോൾഡറിൽ, പിന്നെ എവിടെയാന്ന് ഞാനേ പറയുന്നില്ല. പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ നമുക്കത് ജീവിതകാലം മൊത്തം പാടിയിരുന്നാൽ മാത്രം മതിയോ? എന്നാ പിന്നെ നമുക്കൊരു നോക്കിയാലോ? ഇതെങ്ങനെ വന്നൂന്നോ ഇതിന്റെ കാരണം എന്താന്നോ നമുക്ക് അറിയാത്തത് കൊണ്ട് ആദ്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം. അടുത്ത സാധ്യത ഹോസ്റ്റലിലാകമാനം പരന്നിട്ടുള്ള മൂട്ട അഥവാ ബെഡ് ബഗ് ആണ്. മനുഷ്യന്റെ ചോരയോട് അത്രമേൽ പ്രിയപ്പെട്ട ഇവര് സാധാരണ കിടക്കയുടെ അടിയിലാണ് കാണുക. അതാണ് ഇതിന് ബെഡ് ബഗ് എന്ന് പേര് വരാൻ കാരണം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ബെഡ് ഫുൾ അരച്ച് പറക്കി. പക്ഷെ നമുക്കൊന്നും ഇനി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ഗൈസ് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഈ സാധനം റെക്കമെൻഡ് ചെയ്തത്.